NSS-SNDP ഐക്യം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാവാത്ത ഒരു കാര്യമാണോ? ഒരിക്കലുമല്ല. അത് യാഥാർത്ഥ്യമാവാൻ എക്കാലവും സാധ്യത ഉണ്ടായിരുന്നതും ഇനിയും സാധ്യത ഉള്ളതുമാണ്. അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. NSSും SNDP സത്യം പറഞ്ഞാൽ സഹോദര സംഘടനകളാണ്. എന്തുകൊണ്ട് സഹോദരന്മാരാണോ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ ആലങ്കാരികമായിട്ട് പറയുന്നതല്ല. കേരളീയ നവോത്ഥാന ചിന്താഗതിക്കാരായിട്ടുള്ള വ്യക്തികൾ സൃഷ്ടിച്ച നവോത്ഥാന കാലങ്ങളിൽ വന്ന ഒരു 2 സംഘടനാ രൂപീകരണങ്ങളാണ്. അന്ന് ജനകീയ സർക്കാർ വന്നിട്ടില്ല. NSSും SNDP ഉണ്ടാകുമ്പോഴൊന്നും രാജഭരണകാലമാണ്. ഈ രാജഭരണകാലത്ത് കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ സത്യം പറഞ്ഞാൽ SNDPയിലെ പല നേതാക്കന്മാരും NSSൻ്റെ സ്ഥാപകരും ഒക്കെ ഉണ്ടായിരുന്നു. ഈ രാഷ്ട്രീയം എന്നതും കക്ഷി രാഷ്ട്രീയം എന്നതും അതനുസരിച്ച് സംഘടന നിലപാടെടുക്കുന്നതൊക്കെ പിന്നീടാണ്. പക്ഷേ മന്നത്ത് പത്മനാഭൻ എന്നൊരാളെ നോക്കുകയാണെങ്കിൽ അദ്ദേഹം വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതാണ്. അത് ചെറിയൊരു കാര്യമല്ലോ. അതായത് NSS ഒരു സവർണ സംഘടനയാണ്, സവർണൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ സ്ഥാപകൻ എന്തിനാണ് ജാതീയ വിവേചനത്തിനെതിരായിട്ട് നടന്നൊരു സമരത്തിൽ പങ്കെടുക്കുന്നത്? ശ്രീനാരായണ ഗുരുദേവനോട് വളരെയധികം ആദരവുണ്ടായിരുന്ന, സ്വയം ശ്രീനാരായണ ഗുരുദേവൻ്റെ ശിഷ്യനാന്ന് പോലും പറയാൻ മടിയില്ലാത്തൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അങ്ങേയറ്റം ആദരിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഈഴവ സമുദായമായിട്ടുള്ള വിരോധമില്ലായിരുന്നു. മാത്രമല്ല, നമ്മുടെ തുടക്കകാലം ആലോചിക്കണം. ഹിന്ദു മഹാമണ്ഡലമൊക്കെ ഉണ്ടാക്കപ്പെട്ടൊരു തുടക്കകാലമുണ്ട്. ആർ ശങ്കറും മന്നവും ഒരുമിച്ച് നിന്നൊരു കാലമുണ്ട്. രാഷ്ട്രീയമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലോ ഇതൊന്നും പ്രശ്നമല്ല. അവർ ഹിന്ദു ഒരുമിച്ച് നിൽക്കണം. അതിന് ഇവിടുത്തെ പ്രബല സമുദായങ്ങളായിട്ടുള്ള NSSും നായർ ഈഴവരും അവരൊരുമിക്കണം. അതിന് NSS SNDP തന്നെ ഒരുമിച്ച് നിൽക്കണം എന്നുള്ള അഭിപ്രായം ഉണ്ടായിരുന്ന ആളാണ് മന്നത്ത് പത്മനാഭൻ. ആർ ശങ്കർ അതുപോലത്തെ ഒരാളായിരുന്നു. അപ്പോൾ ഈ സംഘടനകളിൽ അങ്ങനെയുള്ള വ്യക്തികളുണ്ടായിരുന്നു. മാത്രവുമല്ല, കേരളത്തിലേക്ക് സവർക്കറെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് മുൻകൈ എടുത്തു പോയ 2 വ്യക്തികളും കൂടി അവർ. അപ്പം ഹിന്ദു മുന്നേറ്റം, ഹിന്ദുവിന് വേണ്ടി നിൽക്കണം എന്നുള്ളൊരു ആവശ്യം, അതായത് അന്നത്തെ കാലത്ത് ഹിന്ദു ഫസ്റ്റ് എന്ന് ചിന്തിച്ച ഒരു പാരമ്പര്യം NSSൻ്റെ SNDPയുടെ ഒക്കെ തലപ്പത്തിരിക്കുന്നവർക്ക് ഒരു കാലത്തുണ്ടായിരുന്നു. അത് പൂർണ്ണമായിട്ടും ഒരു കാലത്ത് നഷ്ടം വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അടിസ്ഥാനപരമായിട്ട് ഈ 2 സംഘടനകളും തന്നെ ഹിന്ദു മതത്തിൻ്റെ ഭാഗമായിട്ടുള്ള 2 ജാതികളുടെ സംഘടനയായിട്ടാണ് നിന്നേക്കണേ. ഇതിൽ ആൾക്കാർ ശരിയാണ് നവോത്ഥാനം പറയുന്നുണ്ട്. ചില ആൾക്കാർ പറഞ്ഞു SNDP ഹിന്ദുവായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല, ഈഴവർ ഹിന്ദുക്കളല്ല എന്നുള്ള വാദങ്ങളൊക്കെ പറയുന്നുണ്ട്. SNDPയുടെ ആദ്യകാല നേതാക്കന്മാരിലൊരാൾ കുമാരനാശാനായിരുന്നു. കുമാരനാശാൻ SNDPയുടെ തലപ്പത്തിരുന്ന കാലത്ത് തന്നെ ഈ ഈഴവർ ഹിന്ദുക്കളാണോ അല്ലയോ, അല്ലെങ്കിൽ ഈഴവർ ഹിന്ദുക്കളല്ല തുടങ്ങിയിട്ടുള്ള പല വാദങ്ങൾ ഈ സമൂഹത്തിൽ വരുന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് പലരും ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ട്. പല ആൾക്കാർ ലേഖനങ്ങൾ എഴുതുന്നു. അങ്ങനെയല്ല, ചിലർ പറയണു ഈഴവർ മുസ്ലിങ്ങളായിട്ട് മാറണം, അവിടെ ജാതിയില്ല എന്ന് പറയണം. ചിലർ പറയണു അങ്ങനെയല്ല, ഈഴവർ ക്രിസ്ത്യാനികളായിട്ടാണ് മാറേണ്ടത്. വേറെ ചിലർ സിഖ് മതത്തിൽ ഈഴവർ ചേരണം, അവിടെ ജാതിയില്ല. ഇങ്ങനെയൊക്കെയുള്ള വിവിധ അഭിപ്രായങ്ങളുണ്ടായി. അവസാനം ഇതിനെയൊക്കെ ഖണ്ഡിച്ചുകൊണ്ട് കുമാരനാശാൻ ഒരു പ്രബന്ധം എഴുതി. അതിൻ്റെ പേരാണ് മതപരിവർത്തന രസവാദം. ഇത് ഇൻ്റർനെറ്റിലുണ്ട്. വെറുതെ മതപരിവർത്തന രസവാദം എന്ന് നെറ്റിൽ സെർച്ച് ചെയ്താൽ അന്ന് കുമാരനാശാൻ ഈ പറഞ്ഞ വാഗ്വാദങ്ങൾക്കും ഈ പറഞ്ഞ തർക്കങ്ങൾക്കും ഈ പറഞ്ഞ അഭിപ്രായങ്ങൾക്കും മറുപടി കൊടുത്തുകൊണ്ട് എഴുതിയ മതപരിവർത്തന രസവാദത്തിൻ്റെ കോപ്പി ലഭ്യമാണ്. അപ്പോൾ അദ്ദേഹം എന്താ പറയണേ? ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് മതം മാറിപ്പോകേണ്ട ആവശ്യമില്ല, ഇവിടെ തന്നെ നിന്നാൽ മതി, ഹിന്ദുവായിട്ട് നിന്നുകൊണ്ട് തന്നെ. പക്ഷേ എന്താണ് ആവശ്യം? സംഘടിച്ച് ശക്തരാവുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക. ഈ 2 കാര്യങ്ങളാണ് എടുത്തു പറഞ്ഞേക്കുന്നത്. അപ്പം സംഘടിച്ച് ശക്തരാവണം, ഒന്നാന്നുള്ളൊരിത് വേണം. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവണം, വിദ്യാഭ്യാസം നേടിയേ പറ്റൂ. ഈ വിദ്യാഭ്യാസം നമ്മളെ സമൂഹത്തിൻ്റെ മുൻനിരയിലെത്തിക്കും. അവിടെ അന്ന് ഉച്ചനീചത്വങ്ങളില്ലാത്തൊരു കാലം വരും എന്ന് അദ്ദേഹം പ്രവചിക്കുകയാണ്. ഈ പ്രവചനം എവിടെ നിന്നാണ്? അത് ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറയുന്ന മഹാഗുരുവായിട്ടുള്ള ആ അവതാരത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനമാണിത്. ഇത് ഉൾക്കൊണ്ട ആളാണ് കുമാരനാശാൻ. അങ്ങനെ അന്നത്തെ ഈഴവർ മതം മാറിപ്പോണം എന്നുള്ളൊരു വലിയ വാദത്തിന് അദ്ദേഹം തടയിടുകയാണ്, അതിൻ്റെ തിരശ്ശീലയിടുകയാണ്. ശ്രീനാരായണ ഗുരുദേവൻ്റെ തന്നെ ചരിത്രം നമ്മൾ നോക്കണം. ശിവഗിരി തീർത്ഥാടനം അത് തുടങ്ങാൻ വേണ്ടിയിട്ട് അന്നത്തെ സംഘാടകർ ആദ്യകാലത്ത് ഗുരുദേവനെ പോയി കാണുന്നു. കണ്ട് അദ്ദേഹത്തിന് വേണ്ടി മടിച്ച് നിൽക്കുക കാര്യം പറയാൻ. എന്താണെന്ന് ചോദിക്കുമ്പം അവർക്ക് പറയാൻ മടി, ഭയമാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കയറി പറയാനായിട്ട്. ഗുരുദേവൻ തന്നെ ചോദിക്കും, ഒരു യാത്രയാണല്ലേ മനസ്സിൽ? കാരണം അദ്ദേഹം മഹാഗുരുവാണ്, അദ്ദേഹം ദിവ്യജ്ഞാനിയായിട്ടുള്ള ഈ വന്നിരിക്കുന്നവരുടെ മനസ്സെന്താണെന്ന് അദ്ദേഹത്തിന് ഈസിയായിട്ട് കാണാം. അതേ എന്ന് പറഞ്ഞു, വെറുതെ ഒരു യാത്ര മാത്രം മതിയോ
അതിനൊരു ഉദ്ദേശലക്ഷ്യം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പം അവരങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. അപ്പോൾ വന്നവർ മഹാരഥന്മാരാണ്, പക്ഷേ ഇങ്ങനെയൊന്നും ചിന്തിച്ചിരുന്നില്ല. അവരോട് ഗുരുദേവൻ പറയുന്നുണ്ട്, വെറുതെ ഒരു യാത്ര മാത്രമായ പോരാ, നമ്മുടെയൊക്കെ ആൾക്കാർ വളരെ സമർത്ഥന്മാരാണ്, പക്ഷേ പരിശീലനം ഇല്ലാത്തതുകൊണ്ട് പല കാര്യങ്ങളിലും മുന്നേറാൻ പറ്റുന്നില്ല. അവർക്ക് ക്രാഫ്റ്റുകൾ ഉണ്ടാക്കാൻ പരിശീലനം കൊടുക്കണം, കൃഷി ചെയ്യാൻ പരിശീലനം കൊടുക്കണം, ബിസിനസ് ചെയ്യാൻ പരിശീലനം കൊടുക്കണം. ഇതിനൊക്കെയുള്ള സെമിനാറുകളും കോൺഫറൻസും കൂടെ ചേർന്നായിരിക്കണം ഈ സംരംഭം. ഈ യാത്ര ആയിട്ട് വന്നിട്ട് അവരിത്തരം ക്ലാസ്സുകളും കൂടെ അറ്റൻഡ് ചെയ്യണം എന്നുള്ളൊരു ആശയമാണ് മുന്നിൽ വയ്ക്കുന്നത്. ഈ രീതിയിൽ പിന്നെ തുടങ്ങപ്പെടുകയും ഈഴവ സമുദായം എന്തായാലും ശരി ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു ശരിക്കും പറഞ്ഞ ഒരു ആഹ്വാനം ഉൾക്കൊണ്ടുവന്ന് ഞാൻ പറയാം. ബിസിനസ്സിലേക്ക് മുന്നേറി വന്നത് ഈഴവ സമുദായമാണ്. ഇന്ന് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ഹിന്ദുക്കളായിട്ടുള്ള ബിസിനസ്സുകാരിൽ ഏറ്റവും ശക്തരും സമ്പന്നരും ഏറ്റവും കൂടുതൽ ബിസിനസ്സുകാരുള്ളത് ഈഴവ സമുദായത്തിലാണ്. അന്ന് കൊടുത്ത ഒരു ഉപദേശം അവിടെ ഉൾക്കൊള്ളുക ചെയ്തേക്കുന്നത്. ഇന്ന് നോക്കുകയാണെങ്കിൽ ശതകോടികളുടെ ആസ്തികളുള്ള നിരവധി പേര്, അങ്ങനെയുള്ള പലരുമാണ് യൂണിയൻ തലത്തിൽ SNDP പലയിടത്തും SNDP മുന്നോട്ട് നയിക്കുന്നത്. ഓരോരോ യൂണിയനെടുത്ത് അറിയാം, അവരുടെയൊക്കെ തലപ്പത്തിരിക്കുന്നത് വളരെയധികം ധനശേഷി സമ്പത്തുള്ള ആൾക്കാരാണ്. അവർ സമൂഹത്തിൻ്റെ നട്ടലാണ് ഈ വ്യക്തികൾ. അങ്ങനൊരു വലിയൊരു കൂട്ടത്തെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അത് ചെറിയൊരു കാര്യമല്ല. അതിനൊക്കെ ആ SNDP സ്ഥാപനകാലത്ത് തന്നെ ശ്രീനാരായണ ഗുരുദേവൻ കൊടുത്ത ഉപദേശങ്ങളുണ്ട്. അപ്പം സംഘടിച്ച് ശക്തരായി, വിദ്യ കൊണ്ട് പ്രബുദ്ധരായി, കൂട്ടത്തിൽ ധനശേഷി കൊണ്ടും കൂടെ ശക്തരായി. അങ്ങനെ വന്ന് കേരള ഭരണം വരെ ഇഴവ സമുദായത്തിൽപ്പെട്ടവർ കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നു. എന്താണ് ഇവിടെ വേണ്ടത്? ശരിക്കും പറഞ്ഞാൽ സാമൂഹികമായിട്ടുള്ള മുന്നേറ്റത്തിൽ മറ്റാർക്കും താഴെ പോകാതിരിക്കുക. അത് ഈഴവ സമുദായം എത്തി. പൗരോഹിത്യം നിരവധി പേരുണ്ട്. മുൻകാലങ്ങളിൽ നമ്പൂതിരിമാരാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ധാരാളം പൂജ ചെയ്തിരുന്നത്. ഇന്ന് ദേവസ്വം ബോർഡിൻ്റെ അമ്പലങ്ങളിൽ നിരവധി ഈഴവർ പൂജ ചെയ്യുന്നുണ്ട്. അപ്പോൾ പൗരോഹിത്യ തലത്തിൽ അവരെത്തിക്കഴിഞ്ഞു, അധികാര തലത്തിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ പൗരോഹിത്യം എന്ന വിഭവം, അധികാരം എന്ന വിഭവം, മൂന്നാമതായിട്ട് സമ്പത്ത് എന്ന വിഭവം, അതായത് കച്ചവടം, ഇത് മൂന്നിലും അവർ അവരുടെ മുദ്ര പതിപ്പിച്ചു കഴിഞ്ഞു. ആ ലെവലിൽ അവർ വളർന്നു. ഇന്നത്തെ സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെ ബാക്കിയാണ്. മന്നത്ത് പത്മനാഭനാണെങ്കിൽ അന്നത്തെ കാലത്ത് ജന്മികളായിരുന്ന നായർ സമുദായക്കാർക്ക് അവർ ഞങ്ങൾ ഇത്രയും പഠിക്കണോ, സ്കൂളിലൊക്കെ കോളേജിലൊക്കെ പോകണോ എന്നൊക്കെ സന്ദേഹമുള്ള ധാരാളം പേരുണ്ടായിരുന്നു. കാരണം ജന്മിത്വം കൊണ്ട് ധാരാളം സ്വത്ത് കിടക്കും, പ്രത്യേകിച്ച് ഒരാളുടെ കീഴിൽ ജോലിക്ക് പോകാൻ പാടില്ല എന്നൊക്കെയുള്ള ഡംഭും അങ്ങനത്തെ വിചാരമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റിച്ചെടുത്ത് അന്നത്തെ ചെറുപ്പക്കാരെ കൊണ്ട് പണിയെടുക്കണം, തൊഴിൽ ചെയ്യണം, ശമ്പളം മേടിക്കുന്ന തെറ്റൊന്നുമില്ല എന്നൊക്കെയുള്ള ചിന്തകൾ കൊടുത്ത അദ്ദേഹമാണ്. ഓരോരോ നവോത്ഥാന നായകരും, അത് അയ്യങ്കാളിയാവട്ടെ, മന്നത്ത് പത്മനാഭനാവട്ടെ, ചട്ടമ്പിസ്വാമിയാവട്ടെ, ശ്രീനാരായണ ഗുരുദേവനാവട്ടെ, കുമാരനാശാനാവട്ടെ, അവരുടെ സമൂഹങ്ങളിൽ വ്യക്തമായിട്ട് ശക്തി പകർന്നു കൊടുത്തു. പക്ഷേ ഈ വംശീയമായിട്ട് ഇവരെല്ലാം ഒന്നിപ്പിക്കാൻ പറ്റുമോ? വംശീയമായിട്ട് ഒന്നിപ്പിക്കാം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒന്നാണോ അവർ? ഒന്നാണ്. അതിന് കാരണമുണ്ട്. സെൻറ്റർ ഫോർ സെല്ലുലാർ ആൻഡ് മോളിക്കുലർ ബയോളജി അഥവാ CCMB ഹൈദരാബാദ്, അവർ 4-5 വർഷം മുമ്പ് ഇറക്കിയ ഒരു റിസർച്ച് പേപ്പറുണ്ട്. എനിക്ക് തോന്നുന്നത് 2021 ആണത് പബ്ലിഷായെന്നാണ്. ആ റിസർച്ച് പേപ്പർ ഏതാണ്ട് ഓപ്പൺ ആക്സസ് അല്ല, എല്ലാവർക്കും കയറി വിലയിരുത്താവുന്ന വിധത്തിൽ തന്നെ അൺപബ്ലിഷ് ആയിട്ട് പക്ഷേ പബ്ലിഷ് ഫോം 1 വർഷം നെറ്റിൽ കിടന്നു. അതിനുശേഷം ഒരു ജേണലിൽ പബ്ലിഷായി. അപ്പോൾ ഞാൻ അന്നേരം തൊട്ട് ഇത് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ച് ഞാനത് കെയർഫുള്ളായിട്ട് വായിച്ചു നോക്കിയിട്ടുണ്ട്. അതിൽ നായരുടെ ഈഴവരുടെയും ജനിതം ഇത് വലിയ വ്യത്യാസമൊന്നുമില്ല. ഇത് രണ്ടും ദ്രാവിഡ ഒറിജിൻ ആണ്. ഇതാണ് വ്യക്തമായിട്ട് ആ പേപ്പറിൽ പറയുന്നത്. ഈ ദ്രാവിഡം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് കഴിഞ്ഞ 8,000-10,000 വർഷം മുമ്പ് ഇന്ത്യയിൽ ചില മിശ്രണങ്ങളുടെ ഭാഗമായിട്ട് ഫോം ചെയ്യപ്പെട്ട ഒരു ജനിതകം, ഇന്ത്യയുടെ ചില സ്പെഷ്യാലിറ്റികൾ അവിടെ കാണിക്കുന്ന ഒരു സമൂഹം എന്ന് പറയാം. ഏതാണ്ട് കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെയുള്ള സ്ഥലങ്ങളിൽ ഈ ജീൻ പേറുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ അളവ് ഏറിയും കുറഞ്ഞു ഇരിക്കുന്നു മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ സൗത്ത് ഇന്ത്യ, ഈ ദ്രവീഡിയൻ ലാംഗ്വേജ് സ്പീക്കേഴ്സ് എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാർ, അവർ സൗത്ത് ഇന്ത്യ മുഴുവൻ അവർ പലയിടത്തായിട്ട് ചെറിയിരിക്കുന്നു. ആകെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നതാ പ്രാദേശികമായിട്ട് ചില ജാതിക്കാർക്ക് ഒരു മുൻതൂക്കമുണ്ട്. കാരണം ഒരേ ദ്രാവിഡ സമൂഹം ഈ സൗത്ത് ഇന്ത്യ മുഴുവൻ ചെന്ന് അവർ പടർന്ന് അതാത് സ്ഥലങ്ങളിൽ കൃഷി ആരംഭിച്ചു. ഏറ്റവും പ്രധാനം കൃഷി ആരംഭിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഉഴവർ എന്ന് പറയുന്ന സമൂഹം, നമ്മുടെ സമൂഹത്തിൻ്റെ പരിണാമം നോക്കുകയാണെങ്കിൽ ആദ്യകാലത്ത് ലോകം മുഴുവൻ മനുഷ്യൻ വേട്ടക്കാരാണ്. ആഫ്രിക്കയിൽ നിന്ന് പുറത്തിറങ്ങി ലോകത്ത് പല ഭാഗത്തേക്കും ചെല്ലുമ്പോൾ അന്ന് ഹണ്ടർ ഗാദറേഴ്സാണ്, വേട്ടയാടുന്നു, അതുപോലെ കായും കരികളുമൊക്കെ പെറുക്കി ധാന്യങ്ങളുമൊക്കെ പെറുക്കി തിന്ന് ജീവിക്കുന്നു. ഇങ്ങനെയുള്ളൊരു സമൂഹം. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇവർ ലൈഫ് സ്റ്റോക്കിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ തുടങ്ങി. അതായത്
ചില മൃഗങ്ങളെ ഇണക്കി വളർത്തുകയാണെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കിട്ടാണ്ട് വരുമ്പോൾ അതിൻ്റെ ഇറച്ചി എടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ പാലൊക്കെ ഉപയോഗിക്കാം എന്ന് പറയുന്ന ആൾക്കാർ, ഇതിന് ആയർമാർ എന്ന് പറയും. അതായത് ആട് മേയിച്ച് പാസ്റ്റലിസ്റ്റുകളാണ് അവർ. അതിൻ്റെ വേട്ടക്കാരൻ ആയറായി. ആയർ അടുത്ത പരിണാമം ഉഴവർ എന്നുള്ളതാണ്. ഉഴവർ എന്ന് വെച്ചാൽ കൃഷിക്കാരൻ. അപ്പോൾ ആയർമാരെന്ത് ചെയ്യും? കന്നുകാലി ആടിനെയൊക്കെ മേയിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് വേറെടുത്തേക്ക് പോകും, ഭക്ഷണം ഉള്ളയിടം നോക്കിയിട്ട്. എന്നിട്ട് തിരിച്ചു വരാതിരിക്കാം, ചിലപ്പോൾ സീസണലായിട്ട് തിരിച്ചു വരും. അങ്ങനെയാണ്. ഉഴവർ അങ്ങനെയല്ല. അവരുടെ ഭൂമി ഒരു സ്ഥലത്ത് തന്നെയാണ്. മിക്കവാറും നദീതീരങ്ങളിൽ, തടാകതീരങ്ങളിലൊക്കെ ഇവർ നിലമുഴുത് ധാന്യങ്ങൾ കൃഷി ചെയ്യുന്നു. കൂട്ടത്തിൽ ലൈഫ് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യും. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ അവരെ അലഞ്ഞു പോകുന്നില്ല, ഒരു ഭൂമി സ്ഥിരമായിട്ട് വയ്ക്കുക. ഇങ്ങനത്തെ ഉഴവർ സമൂഹങ്ങളാണ് ദ്രാവിഡ സമൂഹങ്ങൾ. ദ്രാവിഡൻ്റെ പല സൗത്ത് ഇന്ത്യ മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന ദ്രാവിഡന്മാർ. അത് കേരളത്തിൽ നായർ, ഈഴവ, തീയാതുള്ള സമൂഹങ്ങൾ. കർണാടകത്തിലേക്ക് ചെല്ലുമ്പം ബണ്ട് എന്നൊരു സമൂഹമുണ്ട് തുളുനാട്ടിൽ. അതുപോലെ ലിംഗായത്തുണ്ട്. തമിഴ്നാട്ടിലാകുമ്പം കൊങ്കുനാട്ട് വെള്ളാളർ എന്ന് പറയുന്ന ഗൗണ്ടർമാർ. അതുപോലെ മറവർ, കള്ളർ, പിന്നെ വണ്ണിയർ പോലുള്ള സമൂഹങ്ങൾ. ഇത് തമിഴ്നാട്ടിൽ തന്നെ ഇങ്ങനെ പല ഗ്രൂപ്പാണ്. പിന്നെ മുതിരിയാർ, അങ്ങനെയൊക്കെ ആയിട്ട് പല ജാതികളായിട്ടും കൂടെ തിരിഞ്ഞ് കിടപ്പാണ്. ആന്ധ്രയിൽ ചെല്ലുമ്പം റെഡ്ഡി, കമ്മ, കാപ്പു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പല സമൂഹമാണ്. ഇത് ഒരേ ദ്രാവിഡ സമൂഹം പലതായിട്ട് തിരിഞ്ഞു പോയിരിക്കുന്നതാണ്. ഇത് വളരെ സിമ്പിളാണ് ഇത് മനസ്സിലാക്കാൻ. ഇതിലെന്താണ്, ഒരു സമൂഹം ഒരിടത്ത് നിന്ന് ആദ്യ ആധിപത്യം സ്ഥാപിക്കുമ്പോൾ വേറെ സമൂഹത്തിലെ ആൾക്കാർ പിന്നെ ആയിരിക്കാം കൊണ്ടെത്തണം. അപ്പോൾ ആദ്യത്തെ ആ ഭൂമിയുടെ ആധിപത്യം രണ്ടാമത് വരുന്നതിന് കിട്ടുന്നില്ല. ഇതൊരു സോഷ്യൽ ഡിഫറൻസ് ഉണ്ടാക്കും. ജനിതകപരമായിട്ട് ഇവർ രണ്ടും വലിയ വ്യത്യാസമൊന്നുമില്ല, ഓൾമോസ്റ്റ് ഒന്ന് തന്നെയാണ്. പിൽക്കാല മിശ്രണങ്ങൾ കൊണ്ട് പിന്നീട് ചില വ്യത്യാസങ്ങൾ വന്നേക്കാം. ഇതൊഴിച്ചാൽ ഇവർ തമ്മിൽ ജനിതകപരമായിട്ട് വ്യത്യാസങ്ങളില്ല. അങ്ങനെ വരുമ്പോൾ നായരും ഈഴവരും തീരും ഒക്കെ സഹോദര സമൂഹങ്ങൾ തന്നെയാണ്. ഈ നമ്പ്യാർ എന്ന് പറയുന്ന ഒരു ഭാഗം, വടക്കൻ കേരളത്തിലെ നമ്പ്യാർ, ഈ നമ്പ്യാരും അവിടെ തീര സമുദായമുണ്ട്. ഇവരുടെ ജനറ്റിക്സിലേക്ക് പ്രത്യേകിച്ചും നമ്പ്യാർമാരുടെ എടുത്ത് പ്രത്യേകം പഠിച്ചിട്ടില്ല എങ്കിൽ പോലും തീയ സമുദായത്തിന് എടുത്ത് നോക്കുമ്പോൾ അതിൽ മൈറ്റോകോൺഡ്രിയൻ ഡി എൻ എ തന്നെ രണ്ട് തരത്തിലുണ്ട്. ന്യൂക്ലിയർ ഡി എൻ എ ഉണ്ട്, മൈറ്റോകോൺഡ്രിയൻ ഡി എൻ എ ഉണ്ട്. ന്യൂക്ലിയർ ഡി എൻ എ എന്ന് പറയുമ്പം അച്ഛൻ വഴിക്ക് കിട്ടിയേക്കുന്നതാണ്. അതിനകത്ത് പ്രത്യേകിച്ച് വൈക്രോമസോം അച്ഛൻ വഴിക്ക് കിട്ടിയേക്കുന്നതാണ്. മൈറ്റോകോൺഡ്രിയൻ ഡി എൻ എ അമ്മയിൽ നിന്ന് മാത്രമേ കിട്ടുന്നുള്ളൂ. ആ അമ്മയിൽ നിന്ന് മാത്രം കിട്ടുന്ന മൈറ്റോകോൺഡ്രിയൻ ഡി എൻ എ നോക്കുമ്പോൾ അതിനകത്ത് യൂറോപ്യൻ ജനിതകാംശങ്ങൾ കടപ്പുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിനർത്ഥം ഏതോ ഒരു കാലത്ത് യൂറോപ്യൻ പെൺകുട്ടികൾ ആ സമൂഹത്തിൻ്റെ ഭാഗമായി. വടക്കൻ കേരളത്തിലെ തീയ സമുദായത്തിൽ, അതുപോലെ തന്നെ അതിനും വടക്ക് കിടക്കുന്ന തുളുനാട് എന്നൊരു സ്ഥലമുണ്ട്. ഈ തുളുനാട് എന്ന് പറയുന്നത് നമ്മുടെ മംഗലാപുരം, മൂടബിദ്രി തുടങ്ങിയിട്ടുള്ള തെക്കൻ കർണാടകത്തിലെ ചില ജില്ലകൾ ചേരുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലങ്ങൾ അവിടെയുള്ള ബണ്ടുകൾ എന്ന് പറയുന്ന ആൾക്കാർ, ഈ ബണ്ടുകളിൽ വളരെ കൃത്യമായിട്ട് ഈ തീയതി കാണുന്ന ഇതേപോലത്തെ ഒരു പാറ്റേൺ, അതായത് മൈറ്റോകോൺഡ്രിയ ഡി എൻ എയിൽ യൂറോപ്യൻ ജനിതകാംശങ്ങൾ കാണുന്നു. അങ്ങനെയെങ്കിൽ ഈ മലബാറും തുളുനാടും തമ്മിൽ വലിയ അകലമൊന്നുമില്ല. ഒരുപക്ഷെ ഈ തുളു ഗ്രൂപ്പ്സിൻ്റെ തന്നെ ഒരു എക്സ്റ്റൻഷൻ ആയിരിക്കും പ്രോബബ്ലി തീയ ഗ്രൂപ്പ് എന്ന് പറയണത്. ആണെന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. പക്ഷേ കുറച്ചുകൂടെ ആഴത്തിലുള്ള സ്റ്റഡീസിലേക്ക് നടന്നാൽ മാത്രമേ അത് കണിശമായിട്ട് അങ്ങനെ തന്നെ ആയിരിക്കാം എന്ന് പറയാൻ പറ്റുള്ളൂ. അവിടെ വെച്ച് തന്നെ സംശയിക്കേണ്ടത് വടക്കൻ കേരളത്തിലെ നമ്പ്യാർ എന്ന് പറയുന്നതും ഈ പറഞ്ഞ രണ്ട് സമൂഹങ്ങളുടെ ഒപ്പം തന്നെ ഉള്ളതാണ് നമ്പ്യാർ. ചിലപ്പോൾ ഇതുമായിട്ട് വലിയ വ്യത്യാസം ഉണ്ടാവില്ല, ഒരു സഹോദര സമൂഹം തന്നെ ആയിരിക്കാം. കാരണം ഇവരൊക്കെ തന്നെ മരുവക്കത്തായക്കാരാണ്, നാഗാരാധകരാണ്. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അതിൽ തന്നെ നമ്പ്യാർക്കും അതുപോലെ തുളുനാട്ട് ബണ്ടിനും ബ്രാഹ്മണ സംബന്ധം തുടങ്ങിയിട്ടുള്ള സാമൂഹിക രീതിയിലെ വിവാഹബന്ധങ്ങൾ ആ രീതിയിലാണ് ഇവർ കൊണ്ടുപോകുന്നത്. ഇത്തരമൊരു പരിസ്ഥിതി കിടക്കുന്ന ഒരു സമൂഹം തുളുനാട് തൊട്ടിട്ട് മലബാർ, വടക്കൻ മലബാർ വരെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരേ രണ്ട് മൂന്ന് സമൂഹങ്ങൾ ഒരേ തരത്തിൽ ഉള്ള ചില ആചരണങ്ങളൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. ഇവർ സഹോദര സമൂഹങ്ങളായിരിക്കും, അതിന് സാധ്യത കൂടുതൽ. പക്ഷേ ജനറലി നായർ എന്ന് പറഞ്ഞ ഗ്രൂപ്പും ഈഴവ എന്ന് പറഞ്ഞ ഗ്രൂപ്പും തമ്മിൽ ജനിതകപരമായിട്ട് സാമ്യങ്ങൾ വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് ഇത് തമ്മിൽ വ്യത്യാസം ഉണ്ടെന്നൊക്കെ പറയാൻ സത്യം പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആന്ധ്രയിൽ കിടക്കുന്ന ആൾക്കാരും കേരളത്തിലെ നായന്മാർ, ഈഴവരൊക്കെ ആയിട്ട് കുറച്ചുകൂടെ വലിയ വ്യത്യാസം കാണുമായിരിക്കും. അതുപോലെ ആയിരിക്കില്ല ഒരിക്കലും കേരളത്തിൽ തന്നെയുള്ള ആൾക്കാർ. തമിഴ്നാട്ടിൽ കിടക്കുന്ന പല ആൾക്കാരും കേരളത്തിലുള്ളവരും തമ്മിലും ഇതേപോലെ ഒരു ജനിതക സാഹോദര്യം കണ്ടെന്നു വരും. കാരണം എന്താ, അടുത്തടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഒരേ ഗ്രൂപ്പ് തന്നെ പലതായിട്ട് പിരിഞ്ഞു പോയിരിക്കുന്നതാണ്. അത്രേ പറയാനുള്ളൂ. ഈ ശരിക്കും പറഞ്ഞാൽ തമിഴ് സംഘസാഹിത്യം അനുസരിച്ച് കേരളം ഒരു ഈഴമാണ്. അവർ രണ്ട് ഈഴങ്ങളെ പറ്റി പറയുന്നുണ്ട്, ചേറീഴവും യാറീഴവും. യാറീഴം എന്ന് പറഞ്ഞാൽ യാർപ്പാണം, ജാഫ്ന, അതായത് ഉത്തര ശ്രീലങ്ക. അത് ഈഴത്ത് നാടെന്നും കൂടെ അതിൻ്റെ പേരുണ്ട്. പക്ഷേ കേരളം ഈഴത്തുനാടായിട്ട് മലയാളി ആരും കേട്ടിട്ടില്ല. എങ്കിലും കേരളം ഒരു ഈഴത്തുനാടാണെന്ന് തന്നെയാണ് സംഘസാഹിത്യം പറയുന്നത്. അത് ചേരീഴെന്ന് പറയും. ചേരീഴം, ചേരളം, കേരളം എന്നിങ്ങനെ പേര് വന്നു എന്നാണ് തമിഴ് സംഘസാഹിത്യത്തിലെ ഒരു ഹിസ്റ്ററി. അങ്ങനെയേ ആവാം.
അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് തമ്മിൽ ജനിതകമായി വ്യത്യാസങ്ങളില്ല എന്ന് പറയാം. അല്ല, വലിയ വ്യത്യാസം പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ പണ്ട് കാലത്ത് വന്ന ഒരേ ദ്രാവിഡ സമൂഹം പലതായിട്ട് പിരിഞ്ഞിട്ട് ഇവർക്കിടയിൽ സോഷ്യൽ ആയിട്ടുള്ള ഒരു പാളിവൽക്കരണം സംഭവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സ്ട്രാറ്റിഫിക്കേഷൻ, ഒരു സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ടായി സൊസൈറ്റിയിൽ. അതായത് സാമൂഹ്യ പാളിവൽക്കരണം. ഇതിനെ നമ്മൾ ജാതി എന്ന് പറയണേ. അതതിൻ്റെ കാർക്കശ്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും വിവാഹബന്ധങ്ങൾ തമ്മിലുണ്ടാവില്ല, സ്വത്തധികാരം, സമൂഹത്തിലെ അധികാരങ്ങൾ ഏറ്റെടുക്കുന്നതിൽ പങ്ക് വ്യത്യാസം, ഇതൊക്കെ ഓരോ കാലങ്ങളിൽ ഡെവലപ്പ് ചെയ്ത് ഈ വ്യത്യാസങ്ങൾ വരുവാണ്. അത് നമ്മൾ ഒഴിവാക്കി നിർത്തിയിട്ട് കുറച്ചുകൂടെ പിന്നോട്ട് ചിന്തിച്ചാൽ ഇതെല്ലാം ഒന്നായിരുന്നൊരു കാലമുണ്ട് എന്ന് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ കേരളത്തിലെ നായർ, ഈഴവർ, തീയൽ തുടങ്ങിയിട്ടുള്ള ആൾക്കാർ, സൗത്ത് ഇന്ത്യയിലെ ദ്രാവിഡ സമൂഹങ്ങൾ, ഇതൊക്കെ സഹോദര സമൂഹങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഇത് തമ്മിലൊന്നും വലിയ വ്യത്യാസം പറയാൻ എന്നെക്കൊണ്ട് സാധിക്കുമെന്ന് തോന്നുന്നില്ല.